നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലോക സംഘടനകളും അവയുടെ ആസ്ഥാനവുമാണ് നോക്കുന്നത്. മിക്കപ്പോഴും പരീക്ഷയിൽ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് അല്ലേ. ഒരു മാർക്ക് സുഖമായിട്ട് കിട്ടാവുന്ന ഒരു ഭാഗമാണിത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ യുഎൻഒയുടെ ആസ്ഥാനം എവിടെയാണ്? യുഎൻഒയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ന്യൂയോർക്ക് അല്ലെങ്കിൽ മാൻഹട്ടൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ശരിയാണ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ യുഎൻഒയുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. രണ്ടാമതായിട്ട് യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? യുനെസ്കോയുടെ ആസ്ഥാനം പാരീസിലാണ്. പാരീസ് എന്ന് പറയുമ്പോൾ ഫ്രാൻസിലാണ്. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസിലാണ്. യുനെസ്കോ എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷനാണ് യുനെസ്കോ എന്ന് പറയുന്നത്. അതിൻ്റെ ആസ്ഥാനം പാരീസിലാണ്. യുണിസെഫിൻ്റെ ആസ്ഥാനമോ? യുണിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഇവിടെ യുഎൻഒയുടെയും യുണിസെഫിൻ്റെയും ആസ്ഥാനം ന്യൂയോർക്കാണ്. കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് സെറ്റാക്കി പഠിച്ചു വെക്കാൻ നമുക്കിവിടെ. യുണിസെഫിൻ്റെയും യുഎൻഒയുടെയും ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കാണ്. യുണിസെഫ് എന്ന് പറയുമ്പോൾ എന്താ? യുണിസെഫ് എന്ന് പറയുമ്പം യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ടാണ് യുണിസെഫ്. വേൾഡ് ബാങ്ക് അല്ലേ, ലോക ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടണിലാണ്. എവിടെയാണ്? വാഷിങ്ടണിലാണ് വേൾഡ് ബാങ്കിൻ്റെ, ലോക ബാങ്കിൻ്റെ ആസ്ഥാനം. ലോകാരോഗ്യ സംഘടനയോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ജനീവ എന്ന് പറയുമ്പോൾ സ്വിറ്റ്സർലൻഡിലാണ് ജനീവ കേട്ടോ. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവയാണ്. അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ ആസ്ഥാനമോ? അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ ആസ്ഥാനവും ജനീവയാണ്. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനവും അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ ആസ്ഥാനവും ജനീവയാണ്. അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അപ്പം WHO-യുടെയും ILO-യുടെയും ആസ്ഥാനം ജനീവയാണ്. ലോകാരോഗ്യ സംഘടനയുടെയും അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെയും ആസ്ഥാനം ജനീവയാണ്. ജനീവ എന്ന് പറയുമ്പോൾ സ്വിറ്റ്സർലൻഡിലാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ്? അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയാണ് കേട്ടോ. എവിടെയാണ്? വിയന്നയാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം. വിയന്ന എന്ന് പറയുമ്പോൾ ഓസ്ട്രിയയിലാണ്. വിയന്നയിലാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ആസ്ഥാനമോ? ലോക സാമ്പത്തിക ഫോറം, വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് ജനീവയിലെ തന്നെ കൊളോണി എന്ന് പറയുന്ന സ്ഥലത്താണ്. ജനീവയിലെ തന്നെ കൊളോണി എന്ന് പറയുന്ന സ്ഥലത്ത്. അതിങ്ങനെയാണ് എഴുതുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ജനീവയിലാണ് ഈ കൊളോണി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ആസ്ഥാനം ജനീവയിലാണ്, കൊളോണി. അപ്പോൾ നമുക്കിതൊന്നും കൂടി നോക്കാം. ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. യുണിസെഫിൻ്റെ ആസ്ഥാനവും എവിടെയാണ്? ന്യൂയോർക്കാണ്. അപ്പം UNOയുടെയും യുണിസെഫിൻ്റെയും ആസ്ഥാനം ന്യൂയോർക്കാണ്. യുനെസ്കോയുടെ ആസ്ഥാനമോ? യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ്. എവിടെയാണ്? പാരീസാണ്. വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ ആണ്. ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO-യുടെയും അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന അതായത് ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെയും ആസ്ഥാനം ജനീവയാണ്. ILO എന്താണ്? ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ്. അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെയും ലോകാരോഗ്യ സംഘടനയുടെയും ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനമോ? അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയാണ്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ആസ്ഥാനം കൊളോണി. അത് എവിടെയാണ്? കൊളോണി എന്ന് പറയുമ്പോൾ ജനീവയിലാണ്, അത് സ്വിറ്റ്സർലൻഡിലാണ്, അറിയാമല്ലോ. നാറ്റോയുടെയോ? നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണല്ലേ നാറ്റോ എന്ന് പറയുന്നത്. NATO. നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ് ആണ്. എവിടെയാണ്? ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനാണ് നാറ്റോ.
ഇന്റർപോളിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്റർപോളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലിയോൺസ് ആണ്. എവിടെയാണ്? ലിയോൺസ് ആണ്. ഇന്റർപോളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ലിയോൺ. യൂറോപ്യൻ യൂണിയൻ EU അല്ലേ? യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം എവിടെയാണ്? യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം. ആഫ്രിക്കൻ യൂണിയനോ? ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം ആഡിസ് അബാബയാണ്. ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം. അറബ് ലീഗിൻ്റെ ആസ്ഥാനം കെയ്റോ ആണ്. കെയ്റോ ഈജിപ്തിലാണ്. എവിടെയാണ്? ഈജിപ്തിലാണ് കെയ്റോ ആണ് അറബ് ലീഗിൻ്റെ ആസ്ഥാനം. ആസിയാൻ്റെ ആസ്ഥാനമോ? ആസിയാൻ്റെ ഇന്തോനേഷ്യയാണ് ആസിയാൻ്റെ ആസ്ഥാനം. ജക്കാർത്ത, ഇന്തോനേഷ്യയിലെ ജക്കാർത്ത. സാർക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ആണ് എന്ത്? സാർക്ക് എന്ന് പറയുന്നത്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ, അത് സാർക്കിൻ്റെ ആസ്ഥാനം കാഠ്മണ്ഡു ആണ്. നേപ്പാളിലെ കാഠ്മണ്ഡു ആണ് ആസ്ഥാനം. ഒപ്പക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഒപ്പക്കിൻ്റെ ആസ്ഥാനം വിയന്നയാണ്. വിയന്ന എന്ന് പറയുമ്പോൾ ഓസ്ട്രിയയാണ്. വിയന്നയാണ് ഒപ്പക്കിൻ്റെ ആസ്ഥാനം. റെഡ് ക്രോസിൻ്റെ ആസ്ഥാനവും ജനീവയാണ്. റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം. അപ്പം നാറ്റോയുടെ ബ്രസൽസ് ആണ്. ഇന്റർപോളിൻ്റെ ലിയോൺസ് ആണ്. യൂറോപ്യൻ യൂണിയൻ്റെ ബ്രസൽസ് ആണ്. ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം ആഡിസ് അബാബയാണ്. അറബ് ലീഗിൻ്റെ ആസ്ഥാനം കെയ്റോയും. ആസിയാൻ്റെ ആസ്ഥാനം ഇന്തോനേഷ്യയാണ്. സാർക്കിൻ്റെ നേപ്പാളാണ്, കാഠ്മണ്ഡു. ഒപ്പക്കിൻ്റെത് വിയന്നയാണ് ആസ്ഥാനം. റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. വളരെ സുഖമായിട്ട് നമുക്ക് ഒരു മാർക്ക് കിട്ടാവുന്നതാണ്. കുറേയധികം ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെ? ജനീവയിലായിട്ടുണ്ട്. അങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ച് പഠിച്ചാൽ വേഗത്തിൽ പഠിക്കാനും സാധിക്കും. മിക്കപ്പോഴും പരീക്ഷയിൽ ചോദിക്കുന്നതുമാണ്. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.